നിരന്തര ഫയറിംഗ് ഉള്ള രജൌരിയിൽ നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ നമ്മളുടെ ക്യാമറയിൽ തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവ് വിഷ്വൽസാണ് നമ്മൾ കാണിക്കുന്നത്. ഇതുവരെ നമ്മൾ ANAയുടെ ദൃശ്യങ്ങളാണ് കാണിച്ചിരുന്നതെങ്കിൽ രജൌരിയിൽ നിന്നും റിപ്പോർട്ടറിൻ്റെ ക്യാമറാമാൻ പകർത്തിയ ദൃശ്യങ്ങൾ, നന്ദു പേരാമ്പ്ര പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത്. നമുക്കൊപ്പം നിലവിൽ നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, ഇപ്പോൾ രജൌരിയിൽ എന്താണ് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നത്? ബ്ലാക്ക് ഔട്ടാണ്, അവിടെ ഡ്രോൺ നമ്മുടെ ക്യാമറയിലും പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോബൽ, അരുൺ, നിരന്തരമായ ഡ്രോൺ ആക്രമണമാണ് രജൌരിയിൽ എന്താണെങ്കിലും ഉണ്ടായത്. നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന് മുകളിൽ ഏറെക്കുറെ 6ലധികം വരുന്ന ഡ്രോണുകൾ മിന്നിമറിഞ്ഞു പോകുന്നത് നമ്മൾ കാണാൻ കഴിഞ്ഞു. ശക്തമായ ഫയറിംഗ് ആണ് സേനയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രദേശത്ത് ഉണ്ടായത്. ശക്തമായ ഫയറിംഗ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഫയറിംഗ് ഉണ്ടായി എന്ന് വേണം പറയാൻ. പല ഡ്രോണുകളും വെടിവെച്ചിട്ടു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ നിന്ന പരിസരത്തൊക്കെ തന്നെ ഈ ഡ്രോണുകൾ വീണിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അത്രയധികം ഡ്രോണുകളാണ് ഈ മേഖലയിലൂടെ മിന്നിമറിഞ്ഞ് പോയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അപ്രതീക്ഷിതമായ ഒരു ഡ്രോൺ ആക്രമണമാണ്. പ്രത്യേകിച്ച് അതിർത്തിയിൽ നിന്ന് അല്പം, ഏകദേശം ഒരു 5 കിലോമീറ്ററെങ്കിലും ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. LOCയിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലാണ് രജൌരിയിൽ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശമുള്ളത്. സ്വാഭാവികമായി ഇത്ര ദൂരത്തിലേക്ക് ഡ്രോൺ കടന്നു വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഡ്രോണുകൾ വരികയും അതിസാഹസികമായി തന്നെ സുരക്ഷാ സേന പലതും വെടിവെച്ചിടുകയും ചെയ്തു. നമ്മുടെ കൺമുന്നിൽ തന്നെ ഡ്രോണുകൾ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ദൃശ്യങ്ങൾ